കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃപാഭിഷേകത്തിൻ്റെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം മനസ്സ് തുറന്ന് കേൾക്കുക. മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ടാൽ ജീവിതം ശുദ്ധീകരിക്കപ്പെടും. മനസ്സിലുള്ള ദുർമോഹങ്ങൾ മാറിപ്പോയാൽ ദൈവ സാന്നിധ്യം നിറയും. യെശയ്യാ 66:2 ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുക, എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. എളിമയോടെ അനുതാപത്തോടെ ആയിരുന്നുകൊണ്ട് നമുക്ക് ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61, 1-2 തിരുവചനങ്ങൾ. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഒക്കുമരങ്ങളെന്ന് വിളിക്കപ്പെടുവാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമ്മളിലെ ബന്ധനങ്ങൾ അഴിയുകയാണ്. പൈശാചിക ബന്ധനം അഴിയുക. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ആദ്യ പെന്തക്കോസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ് അഗ്നിനാളങ്ങളുടെ രൂപത്തിൽ ശിഷ്യന്മാരുടെ മേൽ വന്ന് ഇറങ്ങിയപ്പോൾ അവരിലുള്ള ഭയം വിട്ടുപോയി, അവരിലെ ബന്ധനങ്ങൾ വിട്ടുപോയി, അസ്വസ്ഥത വിട്ടുപോയി, സംശയങ്ങൾ വിട്ടുപോയി. എല്ലാ അസ്വസ്ഥതകളും മാറി അവർ ധൈര്യമുള്ളവരായിട്ട് മാറി. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള ധൈര്യം കിട്ടി. അധൈര്യം എന്നത് പൈശാചിക ശക്തികളുടെ ഒരു പ്രവർത്തനമാണത്. ഭയം എന്നതുപോലും പൈശാചിക ശക്തി പ്രവർത്തനം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 13 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും, ആദ്യ മനുഷ്യൻ പാപം ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് അവൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഓടി മാറുന്നു. മരങ്ങൾക്കിടയിൽ ഒളിക്കുന്ന സമയത്ത് ദൈവം വിളിക്കുന്നു, ആദം നീ എവിടെയാ? അവൻ പറയുന്നുണ്ട്, അങ്ങനെ സ്വരം കേട്ട് ഞാൻ ഭയം എന്ന് വിളിച്ചത്. അന്നുവരെ ഇല്ലാതിരുന്ന ഭയം ഇപ്പോൾ അവൻ്റെ ഉള്ളിൽ വരാൻ കാരണം പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ ഭയം വരികയാണ്. ജീവിതത്തെ മുഴുവൻ ഭയമാണ്. ഇന്ന് മനുഷ്യന് മുഴുവൻ ഭയമാണ്. ഭയത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം പാപം പെരുകുമ്പോൾ മനുഷ്യൻ്റെ ഭയം, അസ്വസ്ഥത, ജീവിത വ്യഗ്രത കൊണ്ട് ലൂക്കാ 21:34 പറഞ്ഞ മതിയാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവും. ഭയം കയറി കഴിയുമ്പോൾ മനസ്സിന് ബലം നഷ്ടപ്പെടും, തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, കൺഫ്യൂഷനാണ്, മൊത്തം കൺഫ്യൂഷൻ. കാരണം ആത്മാവിൻ്റെ അഭിഷേകം പോയി. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ധൈര്യം കിട്ടുകയാണ്. അതാണ് അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 1:8 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുക. ശക്തി നൽകുന്നവനാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് ശക്തി നൽകും. നമുക്ക് കർത്താവിന് സാക്ഷ്യം വഹിക്കുവാൻ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള വലിയ ശക്തി തരുന്നവനാണ് പരിശുദ്ധാത്മാവ്. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 29 വരെ വചനത്തിൽ കാണാൻ പറ്റും, പൗലോസ് ശ്ലീഹായെ പിടിച്ച് ജനമധ്യത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് വിചാരണ ചെയ്യുന്നൊരു സമയമുണ്ട്. ആ വിചാരണ സമയം ചെയ്യുമ്പോൾ എല്ലാം ശത്രുക്കളുണ്ട്, എന്തും സംഭവിക്കാം, മരണം എന്ത് സംഭവിക്കാവുന്ന സമയത്ത്, ആ സമയത്തും ആ പൗലോസ് ശ്ലീഹായ്ക്ക് യാതൊരു ഭയം കൂടാതെ ആ ജനത്തിൻ്റെ മുമ്പിൽ, ചക്രവർത്തിയുടെ മുമ്പിൽ, പുരോഹിത ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കാൻ, ഈശോ ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്, അവൻ ഉദ്ധിതനാണ്, തല പോകുമെന്നറിയാം, അവിടെയും പറയാനുള്ള ആ ധൈര്യം കിട്ടുന്നത് പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ്. വചനം വായിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 26-24 മുതൽ അവൻ ഇങ്ങനെ ന്യായവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫെസ്തുസ് ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞു, പൗലോസ് നിനക്ക് ഭ്രാന്താണ്, നിന്റെ വലിയ വിജ്ഞാനം നിന്നെ ഭ്രാന്തനാക്കുന്നു. പൗലോസ് പറഞ്ഞു, അഭിവന്ദനായ ഫെസ്തുസ്, ഞാൻ ഭ്രാന്തനല്ല, സുബോധത്തോടെ സത്യം പറയുകയാണ്. രാജാവിന് ഇക്കാര്യങ്ങൾ അറിയാം. ഞാൻ അവനോട് തുറന്ന് പറയുകയാണ്, ഇവയിലൊന്നും പോലും അവൻ്റെ ദൃഷ്ടിയിൽപ്പെടാതിരുന്നിട്ടില്ലെന്ന് എനിക്കറിയാം, എനിക്ക് ബോധ്യമുണ്ട്. എന്തെന്നാൽ ഇത് ഒഴിഞ്ഞ കോണിൽ സംഭവിച്ച കാര്യമല്ല. അഗ്രിപ്പ രാജാവേ, നീ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നില്ല ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അഗ്രിപ്പ പൗലോസിനോട് പറഞ്ഞു, എളുപ്പത്തിൽ എന്നെ ക്രിസ്ത്യാനിയാക്കാമെന്നാണോ? പൗലോസ് പറഞ്ഞു, എളുപ്പത്തിലോ അല്ലാതെയോ നീ മാത്രമല്ല, ഇന്ന് എൻ്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചങ്ങലയുടെ കാര്യത്തിൽ ഒഴികെ എന്നെപ്പോലെ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൗലോസ് പറയുകയാണ്,
നീ മാത്രമല്ല, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചങ്ങലയുടെ കാര്യത്തിലൊഴികെ എന്നെ പോലെ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കണ്ടേ, അത്ര ധൈര്യം ചക്രവർത്തിയുടെ മുമ്പിൽ ഒക്കെ നിന്നുകൊണ്ട് വചനം പറയാനുള്ള ധൈര്യം, രാജാക്കന്മാരുടെ മുമ്പിൽ വചനം, അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒരുവനെ കൊടുക്കുന്നത് ധൈര്യമാണ്, ഭയമല്ലത്. ഭയത്തിൻ്റെ മേഖല വിട്ടുപോവുകയാണ്. ഭയം നമ്മളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിൽ നമുക്ക് പൂർണ്ണത കിട്ടിയിട്ടില്ല, അഭിഷേകം നമ്മൾ പൂർണ്ണത എത്തിയിട്ടില്ല. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെയുള്ള വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും. നല്ല വചനമാണത്. പരിശുദ്ധാത്മാവിൻ്റെ വചനം പറയും, യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിലും വസിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ, ദൈവം അവനിൽ വസിക്കുന്നു. വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകേണ്ടതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെപ്പോലെ ആയിരിക്കുന്നു. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. സ്നേഹത്തിൽ 1 യോഹന്നാൻ 4:18 പറയുന്ന സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ, അഭിഷേകത്തിൽ പൂർണ്ണത പ്രാപിച്ചിട്ടില്ല. നമുക്കിന്നും ഭയമാണ്, ജീവിതത്തെ ഓർത്ത് പേടിയാണ്, എല്ലാത്തിനും ഭയം കയറി പിടിക്കുകയാണ്. അപമാന ഭയം. ചിലർ അപമാന ഭയം കൊണ്ട് ജീവിതം തീർന്നു പോകുന്ന ആളുകളുണ്ട്. തോറ്റുപോകുമെന്നുള്ള പേടി. പരീക്ഷയ്ക്കൊക്കെ ചില കുട്ടികൾക്കുണ്ട്. തോറ്റുപോകുന്നുള്ള ഭയം കൊണ്ട് തീർന്നു പോകുക. ജീവിതത്തിൽ പരാജയപ്പെടുമെന്നുള്ള ഭയം കൊണ്ട് വീർപ്പുമുട്ടുന്ന ആൾ. അതാണ് പരിശുദ്ധാത്മ അഭിഷേകം ചോർന്നു പോയതിൻ്റെ അടയാളമാണ്. ഭയം എന്നത് ബന്ധനം. അതാണ്. ഈ ഭയം വിട്ടുപോകണം. ഈ ഭയം വിട്ടുപോകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് നിറയണം. പരിശുദ്ധാത്മാവ് നിറയുന്ന അതിശക്തമായ അനുഭവം ഉണ്ടാകണം. ഈശോ ലൂക്കാ സുവിശേഷം 4:18 ഈശോ നമുക്കറിയാം, അവിടെ വന്നിട്ട് ഈശോ സിനഗോഗിൽ വന്ന് വചനം പ്രസംഗം. ആദ്യത്തെ വചന പ്രസംഗത്തിൽ ഈശോ കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. ഇത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61:1-2 വചനമാണ് ഈശോ പറയുന്നത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധുതർക്ക് മോചനം, അന്തർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായി വളസൽ പ്രഘോഷിക്കാൻ അവിടെ തന്നെ. അപ്പോൾ അവിടെ ഭയമല്ല ഈശോയ്ക്ക്. ആട് മുമ്പിൽ നിൽക്കാൻ ഭയമില്ല. പീഡാസഹനത്തിൻ്റെ പീഡാസഹനത്തിൻ്റെ വഴി നമുക്കറിയാം. മറ്റു പലരും ഭയപ്പെടുന്നുണ്ട്, എല്ലാവരും ഭയത്തിനുണ്ട്. പക്ഷേ ഈശോയെ മാത്രം ഭയം ബാധിക്കുന്നില്ല. അത്ര സഹനം വന്നിട്ടും ഈശോ കണത്തെ. അതാണ് ആത്മാവ്. അഭിഷേകമുണ്ടെങ്കിൽ സഹനത്തിൻ്റെ നടുവിലും ഒരു ഭയമില്ല. നമുക്ക് ആനന്ദിച്ച് ആഹ്ലാദിക്കാൻ പറ്റുവേ. ഫിലിപ്പി ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 4, 5, 6 വചനത്തിൽ പൗലോസ്ലീഹ ജയിലിൽ കിടന്നുകൊണ്ട് എഴുതുന്ന വചനമാണത്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് എഴുതുക, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുകയും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കാൻ പറയും, ആനന്ദിക്കാൻ പറയും. ജോയ് ഇൻ ദ സ്പിരിറ്റ്. അപ്പോൾ അത്ര സഹനത്തിന് നടുവിലും ആ സന്തോഷിക്കാൻ പറ്റണമെങ്കിൽ ധൈര്യമുള്ളവന് സന്തോഷിക്കാൻ പറ്റുള്ളൂ. സഹനത്തിൻ്റെ മുമ്പിൽ ചങ്ങലകൾക്കുള്ളിൽ നിൽക്കുമ്പോൾ ദൈവത്തിലുള്ള പ്രത്യാശയുള്ളവന് മാത്രം അങ്ങനെ സന്തോഷിക്കാൻ പറ്റും, ആനന്ദിക്കാൻ പറ്റുള്ളൂ. അതിന് അപ്പോസ്തല പ്രവർത്തനം 16:25 മുതൽ പറഞ്ഞത് പൗലോസും സീലാസനും ജയിലിൽ അടച്ചിടുമ്പോൾ അവനകത്ത് കിടന്ന് സ്തുതിക്കാൻ കാരണം അവർക്ക് ധൈര്യമുണ്ട്, അവർക്ക് പ്രത്യാശയുണ്ട്. നിരാശ ഇതുകൊണ്ട് ചെറിയ പ്രശ്നം വന്നാൽ മതി, തകർച്ച വന്നാൽ മതി, ഉടനെ ജീവിതം തീർന്നു, ആത്മഹത്യക്ക് പോവുകയാണ്. ദൈവത്തെ പോലും തള്ളിപ്പറയുക, വിശ്വാസം പോലും ഉപേക്ഷിക്കുക, സത്യദൈവത്തെയൊക്കെ തള്ളിപ്പറയുക. കാരണം ഒറ്റ നിമിഷം അവനിൽ അഭിഷേകം നിറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം അതിൻ്റെ പൂർണ്ണതയിൽ ആ വ്യക്തിയിലേക്ക് ഒഴുകപ്പെട്ടില്ല. അതിനെന്തോ കാരണമുണ്ട്. ആ കാരണമാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ആ വേണ്ടത്ര അനോയിൻറ്റിങ് അഭിഷേകങ്ങൾ നമുക്ക് ലഭിക്കാത്തതിൻ്റെ കാരണം എന്താണ്? ആ കാരണം, ഒന്നാമത്തെ കാരണം നമ്മുടെ വിശ്വാസമില്ലായ്മ. അവിശ്വാസത്തിൻ്റെ ഒരു പൈശാചിക ബന്ധനമാണ് നമ്മളെ വളരെയധികം ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്ര കേട്ടിട്ടും ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞു പോകുന്നു. ആ വിശ്വാസക്കുറവ് പലപ്പോഴും നമുക്ക് അനോയിൻറ്റിങ്ങിനെ അത് ബാധിക്കും. എബ്രായ ലേഖനത്തിൻ്റെ 11:5-6 വചനം, 6-ാമത്തെ വചനം പറയുക, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. വിശ്വാസം ഉണ്ടാകണം. ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടുക. വിശ്വാസം വളരെ പവർഫുള്ളായിട്ടുണ്ടാകണം. എളിമയോടെ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കൃപ ലഭിക്കാൻ പോകുന്നത്. വിശ്വാസത്തിൻ്റെ ചൈതന്യം ഉണ്ടാകണം. വിശ്വാസം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട മേഖലയാണ്. അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഭയമില്ല ഒരിക്കലും. യാതൊരു മരണത്തെ പേടിയില്ല, എന്ത് സംഭവിച്ചാലും പേടിയില്ല. കാരണം നിത്യജീവിതത്തിലുള്ള വിശ്വാസം, പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്തെല്ലാം ലോകത്ത് ദുരന്തങ്ങൾ വന്നാൽ ഭയമില്ല. കാരണം പരിശുദ്ധാത്മാവ് ഭയമല്ല കൊടുക്കുന്നത്, പ്രത്യാശയാണ് കൊടുക്കുന്നത്. പ്രത്യാശയുടെ ആത്മാവാണ് പരിശുദ്ധ. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4, 5, 6 വചനമുണ്ട്. അവിടെ നമുക്കറിയാം വചനം പറഞ്ഞു, അതായത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ
സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുകയാണ്. ദൈവ സ്നേഹം ചൊരിയപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒന്നിനും പേടിയില്ല. മനുഷ്യനെ മുഴുവൻ ഭയം ഗ്രസിച്ചിരിക്കുക. അവന് പഠനത്തെ പേടി, പണത്തെ പേടി, ജീവിതത്തെ പേടി, കൂടെയുള്ളവരെ പേടി, നാട്ടുകാരെ പേടി, ജീവിതം മുഴുവൻ പേടി, മരണത്തെ പേടി, രോഗത്തെ പേടി, എല്ലാം ഭയം കയറിയിട്ട് അതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കുറവുള്ളവർക്കല്ല ഇന്ന് ഭയത്തിന് അടിമകൾ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 19-20 വചനമുണ്ട്. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയം നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല നിങ്ങളിലൂടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. നിങ്ങളല്ല നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങൾ സംസാരിച്ചോളൂ. കാരണം അവിടെ അരൂപി പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ശരിക്കും നമ്മളൊക്കെ ഈ നാളുകളിൽ ത്യാഗിച്ച് പ്രാർത്ഥിക്കേണ്ടതും പ്രാർത്ഥനയായിരിക്കണം പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി. പരിശുദ്ധാത്മാവ് നിറയാത്തതിൻ്റെ വലിയൊരു കുറവ് പല ആളുകളും കാണാൻ പറ്റും. കാരണം നമ്മൾ വല്ലപ്പോഴും നമ്മൾ ആത്മീയ മേഖലയ്ക്ക്, ശുശ്രൂഷ മേഖലയ്ക്ക് ഒക്കെ വരുമ്പോൾ ഭൗതികമായ നന്മകൾക്ക് വേണ്ടി മാത്രം വരുന്നു, പരിശുദ്ധാത്മാവിന് വേണ്ടി വരുന്നില്ല. പരിശുദ്ധാത്മാവ് ശരിക്കും നമുക്ക് കിട്ടേണ്ടത് പരിശുദ്ധാത്മാവിനെ അരൂപിയിൽ നിറയാന്നുള്ള, അരൂപിയിൽ വളരുക എന്നുള്ളത്. നമുക്ക് ജ്ഞാനസ്നാനത്തോട് കിട്ടിയ പരിശുദ്ധാത്മാവുണ്ട്. അത് നമ്മൾ വളരണം. നമ്മൾ ശരിക്കും വളർന്ന് ഉജ്ജ്വലിക്കണം. ഉജ്ജ്വലിച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ സമയവും നമുക്ക് പ്രത്യാശയുടെ മക്കളായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപമാനത്തിലും നിന്ദനത്തിലും പരിഹാസത്തിലും ഒറ്റപ്പെടലും ഒക്കെ ഈശോയോട് ചേർന്ന് നിൽക്കാൻ പറ്റുള്ളൂ. റോമാലേഖനത്തിൻ്റെ 8-34-35 വചനം പറഞ്ഞ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ ഈശോയിൽ നിന്ന് വേർപെടാതിരിക്കണമെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ അതാണ് പരിശുദ്ധാത്മാവുള്ളവർ ഈ സമയത്തും കാണുമ്പോൾ അവർ ഈശോയോട് ചേർന്നിരിക്കും. പരിശുദ്ധ കുർബാനയുടെ സ്നേഹിക്കും, വിശുദ്ധിയുടെ ആ ധൈര്യമാണ്. പലരുണ്ട് പള്ളിയിലൊക്കെ പോകുമ്പോൾ ഭയമാണ്. എല്ലായിടത്തും ഭയത്തിന് അടിമപ്പെടുക. കാരണം അനോയിൻറ്റിങ്, അഭിഷേകം അവന് കുറഞ്ഞു പോയിട്ടുണ്ട്. അനോയിൻറ്റിങ് വളരെ കുറയുമ്പോഴാണ് നമുക്ക് ഭയം എന്ന ബന്ധനം. അത് പാപത്തിൻ്റെ സ്വാധീനം, പാപം ചെയ്തപ്പോൾ കടന്നു വരുന്ന പാപത്തിൻ്റെ പരിണിതഫലമായി നമ്മുടെ ഉള്ളിലേക്ക് വന്ന് പ്രവേശിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു സംഭവമാണത് ഈ ഭയം എന്നത്. അത് വിട്ടുപോകുന്നത് പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ്. ആദ്യ 12 അപ്പസ്തോലന്മാർക്ക് നമുക്കറിയാം, ആദ്യ പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് വന്നിങ്ങനെ അവർക്ക് ഒരു ധൈര്യശാലികളായിട്ട് മാറി അവർ കർത്താവിൻ്റെ വചനത്തിന് ജീവിക്കുന്ന സാക്ഷികളായിട്ട് മാറുന്നത് കാണാൻ പറ്റും. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 79-80 വചനം. ശരിക്കും അത് സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള വചനമാണ്. അവർ പറയുന്നത്, ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു, ഇസ്രായേലിന് വെളിപ്പെടുന്നവരവൻ മരുഭൂമിയിൽ ആത്മാവിൽ ആത്മാവ് കൊടുക്കുന്ന ശക്തിയാണ് ഒരുവന് മനസ്സിന് ശക്തി, ധൈര്യം കൊടുക്കുക, ധൈര്യത്തിൻ്റെ ആത്മാവ്. നമുക്കറിയാം സ്നാപക യോഹന്നാൻ എല്ലാവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ അവന് ധൈര്യമുണ്ട്, അവന് ഭയമില്ല. അവൻ തല വെട്ടി മാറ്റുന്ന സമയത്ത് പോലും അവൻ വാക്കുമാറാത്തതിൻ്റെ കാരണം അവന് ധൈര്യമുണ്ട്, അവന് പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിന് തെളിവാണത്. കത്തിജ്വലിക്കുന്നൊരു വിളക്കായിരുന്നവൻ. അതിന് കാരണം അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടിയാണ്. ആദ്യമ സഭ നമുക്കറിയാം, പീഡനങ്ങളും വേദനകളൊക്കെ വരുമ്പോൾ അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചത് വേറൊന്നുമല്ല ചോദിച്ചത്. ശത്രുക്കൾ മാറാനോ ദുഷ്ടാരൂപികൾ മാറാനോ ഒന്നും എൻ്റെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി അഭിഷേകം വീണ്ടും വീണ്ടും ഞാൻ കിട്ടണമെന്നുള്ള ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന അപ്പോസ്തലപ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 30-31 വചനമുണ്ട്. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്ന അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിക്കൊണ്ട്, ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയണം. പരിശുദ്ധാത്മാവ് നിറയുന്നുണ്ടെങ്കിൽ ദൈവവചനം അത് കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, ആയിരിക്കുന്ന സാഹചര്യങ്ങളാകട്ടെ, കോളേജിലാകട്ടെ, സ്കൂളിലാകട്ടെ, നമ്മളായിരിക്കുന്ന ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാകട്ടെ, വീടിനുള്ളിലാകട്ടെ, പ്രിയപ്പെട്ടവർ അവിടെ ദൈവവചനം പ്രസംഗിക്കാൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ നിറയുമ്പോഴാണ് നമുക്ക് എവിടെയും കർത്താവിൻ്റെ സാക്ഷികളായി മാറാൻ പറ്റുക. അവിടെ പ്രിയപ്പെട്ട മക്കൾ, ഈ അരൂപി നമ്മളിൽ വളരാൻ, ഉയരാൻ ദാഹിച്ച് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ആ പരിശുദ്ധാത്മാവ് നമ്മൾ ധൈര്യപ്പെട്ട് നിൽക്കാനായിട്ട്, അത് വലിയൊരു ധൈര്യത്തിൻ്റെ ആത്മാവ് നമ്മൾ നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അപ്പോസ്തലപ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 13-14 വചനമുണ്ട്. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാഹീനരായ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കണ്ടപ്പോൾ യഹൂദ ജനം, റബ്ബിമാർ, അന്നത്തെ പുരോഹിതർ, അന്നത്തെ നിയമജർ ഭയന്നെന്നാണ് പറഞ്ഞത്. കാരണം അതാണ് പരിശുദ്ധാത്മാവ്. അവർക്ക് ആ ക്രിസ്തുവിൻ്റെ വചനത്തിൽ ഉദ്ധിതനായ യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കാനുള്ളൂ. അതാണ് ധൈര്യം. നിനക്ക് ഈ ധൈര്യമുണ്ടോ? നീ വചനം നിനക്ക് ധൈര്യമുണ്ടോ? അതാണ് ധൈര്യം ഉണ്ടെന്ന് മറ്റൊന്നുമില്ല. ഈ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ചില മാനിഫെസ്റ്റേഷൻസ്, അതിൻ്റെ തെളിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എവിടെയും രാത്രിയും പകലും ജീവിതത്തിൽ എപ്പോഴും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ അതാണ് പരിശുദ്ധാത്മാവ്. ലോകത്തിന് സാക്ഷ്യം അതാർക്കും പറ്റും.
പണത്തിന് പിന്നാലൊക്കെ പോകും. അതൊന്നും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ മാത്രമാണ് ഒരുവന് വാതുറന്ന് കർത്താവിനെ ഏറ്റുപറയാൻ, ലോകത്തിൽ ഏറ്റുപറയാൻ, സഹനങ്ങളുടെ, അപമാനങ്ങൾ, നിന്ദനങ്ങൾ, ഒറ്റപ്പെടലിൻ്റെയും മഹാപീഡനത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് എല്ലാ സ്ഥലത്തും പീഡനമുമ്പോൾ ഒരുവനെ പിടിച്ചു നടത്തുന്നതും അവന് ധൈര്യം കൊടുക്കുന്നതും ഈ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരെയൊക്കെ രക്തസാക്ഷ്യത്തിന് കൂട്ടിക്കൊണ്ടുപോയത് ഈ അതാണ്. ഒരു അപാരപ്പെട്ടൊരു ധൈര്യമാണ് പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിക്കും കൊടുക്കുന്നത്. ഈ അരൂപി നമ്മൾ നിറയാൻ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കണം. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിൻ്റെ 50 മുതൽ 60 വരെയുള്ള വചനമാക്കി. 50 മുതൽ 60 വരെ സ്തെഫാനോസിനെ അവർ കൊല്ലുന്ന സമയം, സ്തെഫാനോസിനെ രക്തസാക്ഷ്യത്തോടെ കണ്ടുമുട്ടുന്നത് വചനം പറയുന്നുണ്ട്. മർക്കടമുഷ്ടികളെ ഹൃദയത്തിലും കാതുകളും അപരിചിതരെ നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. നിങ്ങൾ പിതാക്കന്മാരെ പോലെയാണ് നിങ്ങളും. ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പേടിപ്പിക്കാത്തവരെ? നീതിമാനായവൻ്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി നിങ്ങൾ അവനെ ഒറ്റിക്കൊടുക്കുകയും വധിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ദൈവദൂതന്മാരിലൂടെ നിയമം ലഭിച്ചെങ്കിലും നിങ്ങളത് പാലിച്ചില്ല. അവരത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപക്രാന്തനെ പല്ലുകടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് കണ്ടു. അവൻ്റെ ഫെയ്ത്ത് ഉറക്കുകയാണ്. അതായത് ശത്രു വരുമ്പോൾ അവൻ്റെ വിശ്വാസം ഇരട്ടിയാകുക, 10 മടങ്ങ്. കാരണം അതിന് കാരണം പരിശുദ്ധാത്മാവാണ് അവൻ ആ ധൈര്യ സമയത്ത് കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കാനും ആ ഒരു രക്തസാക്ഷിത്വം എടുക്കാനും അവന് ധൈര്യം കൊടുക്കുന്നത്. അവനല്ല, അവൻ്റെ കഴിവല്ലത്, അത് അവൻ്റെ അറിവിൻ്റെ ഫലമല്ല. അവന് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ശക്തിയാണത്, ഒരു പവറാണത്. ആ ഒരു ശക്തി കൊണ്ടാണ് അവൻ ആ ഏറുകൊള്ളുമ്പോൾ അവനത് എതിര് പറയാതെ ഈശോയെപ്പോലെ തന്നെ പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ശത്രുക്കൾ കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ മരണം വരിക്കുക. കാരണം ആ സമയത്തൊരു ധൈര്യം, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ധൈര്യം, ഈ ധൈര്യം കൊടുക്കുന്ന പരിശുദ്ധാത്മാവ്. പ്രതികൂല സാഹചര്യങ്ങളിലും എല്ലാ വിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും ഈശോയുടെ വചനത്തിനും സുവിശേഷത്തിനും ഒരാൾക്ക് സാക്ഷ്യം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണുമ്പോൾ കാണാം അവൻ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്, അവൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ നടുവിലാകാം, സമൂഹ പ്രശ്നങ്ങൾ നടുവിലാകാം, ശത്രുക്കൾ നമുക്ക് ചുറ്റും കൂടുമ്പോഴാകും, അപവാദങ്ങളും നിന്ദനങ്ങളും പരിഹാസങ്ങളും ഒറ്റപ്പെടുന്നതും അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ സുവിശേഷം പ്രസംഗിക്കാനുള്ള ഒരു ധൈര്യം നടക്കണം. അതോ ഓടി ഒളിക്കുകയാണ്, ഭയന്നൊളിക്കുന്നു. ഈ ഭയന്നൊളിക്കാൻ അതാണ് ഭയം എപ്പോഴും ഓടി ഒളിക്കാൻ പ്രേരിപ്പിക്കുന്നതല്ല. അത് പൈശാചിക ശക്തികൾ നൽകിയ പ്രവർത്തനം. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ ആദ്യ മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയം വന്നു ഓടി ഒളിക്കുക. പിശാച് അവനെ എപ്പോഴും ദൈവത്തിൽ നിന്ന് ഓടി ഒളിപ്പിക്കുക, അവൻ ഓടി മാറാൻ പറയുക, നിൽക്കുന്നില്ല. നേരെ മറിച്ച് നേരെ നിൽക്കുന്നത് എപ്പോഴാണ്? അത് പരിശുദ്ധാത്മാവെന്ന് അറിയുമ്പോഴാണ്. പരിശുദ്ധാത്മ അറിയുമ്പോൾ തിന്മയ്ക്കെതിരെ നിൽക്കാൻ, വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ, ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് ധൈര്യം കിട്ടുകയാണ്. നമുക്ക് ഈ ധൈര്യം കിട്ടാൻ നമുക്ക് തീവ്രമായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാം മോശ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ മോശ നാടുവിട്ട് ഓടുന്നവനെ കാണാൻ പറ്റുമേ. അതാണ് മോശയുടെ ജീവിതത്തിലെ ആദ്യത്തെ ഭാഗം കാണാൻ പറ്റും. നാട് വിട്ടോടുകയാണ്, മിഥ്യാനിലേക്ക് ഓടിപ്പോ ഭയന്നോടുക. പിന്നെ ദൈവം അവനെ വിളിച്ചു വരുത്തുന്ന ഒരു സംഭവം. അതാണ് ഹൊറമോലയിൽ കത്തുന്ന മുൾപ്പറപ്പ്, കത്തുന്ന തീജ്വാല. ആ തീജ്വാല പരിശുദ്ധാത്മാവാ. ആ പരിശുദ്ധാത്മാവ് അവന് നിറയുന്നൊരു അനുഭവമാണ് അവിടെ ഉണ്ടാകുന്നത്. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ പുറകോട്ട് ഓടുന്നില്ല, അവൻ മുന്നോട്ട് ഓടുകയാണ്. അവൻ സുവിശേഷത്തിന് ദൈവം പറഞ്ഞ വചനം അതേ പാലിക്കാൻ തയ്യാറാകുക. ദൈവവചനം അനുസരിക്കാനും പാലിക്കാനും നമുക്ക് ശക്തി തരുന്ന പരിശുദ്ധാത്മാവ്. ഒരിക്കലും നമ്മളല്ല ശക്തി, നമ്മുടെ കഴിവല്ല, പഠനമല്ല, അറിവല്ല, ബന്ധങ്ങൾ കൊണ്ടല്ല, മറ്റുള്ളവരല്ല ശക്തി. ഉള്ളിൽ നിൽക്കുന്ന ഒരു ശക്തി, ഈ ശക്തി കിട്ടുന്നത് ഇതാണ് മോശയ്ക്ക് ഹോർബ് മലയിൽ വെച്ച് കിട്ടുന്ന ഒരു പരിശുദ്ധാത്മ അഭിഷേകമാണ്, പരിശുദ്ധാത്മാവ് സ്നാനമാണ് നടക്കുന്നത്. അതവർ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് അഗ്നിസ്നാനമാണ് അവിടെ നടക്കുന്നത്. പരിശുദ്ധാത്മാവ് കത്തുന്ന മുൾപ്പടർപ്പിൽ ആ പരിശുദ്ധാത്മാവ് ദൈവ സാന്നിധ്യം കാണുമ്പോൾ അരൂപി അവന് നിറയുക. ആ അരൂപിയാണ് പിന്നെ അവനെ പുറകോട്ടല്ല മുന്നോട്ട് അവസാനം വരെ ഒരു ജനത്തെ മുഴുവനും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ചെങ്കടൽ കടത്തി കാനാൻ ദേശത്ത് എത്തിക്കുന്ന അവിടം വരെ കൊണ്ടുപോകാൻ മോശയ്ക്ക് സാധിച്ചത് അവൻ്റെ കഴിവല്ലത്, പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് എൻ്റെ മേലും നിങ്ങളുടെ മേലും ഈ സമയം ധാരാളമായിട്ട് ഒഴുകിയിറങ്ങട്ടെ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും, ഓരോ മകൻ്റെ മേലും മകളുടെ മേലും പരിശുദ്ധാത്മാവ് നിറയട്ടെ. പരിശുദ്ധാത്മാവിന് ദാഹം ഉണ്ടാകട്ടെ. അത് കുറയുമ്പോൾ എന്നാണ് ഈ ലോകത്തിൽ പല വിധത്തിലുള്ള ഇപ്പം നമുക്ക് കോവിഡ് കാലഘട്ടമെല്ലാം കഴിഞ്ഞ് ദൈവജനം പുറത്തേക്ക് വരിക, നമ്മുടെ ആലയങ്ങളെല്ലാം തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം ഈ സമയത്ത് നമുക്കറിയാം വീണ്ടും ആ വചനത്തിൽ സാക്ഷ്യം വഹിക്കാൻ ചിലരുണ്ട്. ഈ സമയത്തെല്ലാം അതേ തീഷ്ണത സൂക്ഷിക്കുന്നതിൻ്റെ കാരണം അവന് പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് അരൂപി നിറഞ്ഞ ജീവിതമാണ്. ദൈവാത്മാവിനെ ചൈതന്യം പ്രവർത്തിക്കുന്നത്. ആ കൃപ നിങ്ങൾ നിറഞ്ഞ് പ്രവർത്തിക്കട്ടെ. പരിശുദ്ധാത്മാവിന് അതിശക്തമായി പ്രവർത്തനമുണ്ടാകട്ടെ. ദുഷ്ടാരൂപികളും അവരുടെ ബന്ധനങ്ങളും നിങ്ങൾ വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് എല്ലാവരുടെ മുമ്പിൽ ക്രിസ്തുയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ദൈവം എന്നെ നിങ്ങളെയും
ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവേ, ഈ സമയം ഞങ്ങൾ ഈ ആരാധന നടത്താൻ പോകുന്ന സമയത്ത് ഞങ്ങൾ നിറയണേ, ഞങ്ങൾ നിറഞ്ഞ് പ്രവർത്തിക്കണേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ഭയം എടുത്ത് കളയണമേ, അങ്ങനെ ഞങ്ങൾക്ക് ധൈര്യം തരണമേ. ഈശോ കർത്താവാണെന്നും ഈശോ ദൈവമാണെന്നും ഈശോയിലുള്ള രക്ഷ ലോകത്തെ പ്രഘോഷിക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നിരന്തരം പരിപാലിക്കണമേ. ആമേൻ. കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഓരോ മകനിലും മകളിലുമുള്ള അന്ധകാരമാണ് ദൈവ സാന്നിധ്യം കണ്ടു. ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ പൈശാചിക പീഡകള്, രോഗങ്ങള്, ബന്ധനങ്ങൾ അടിയട്ടെ. യേശുവിന്റെ രക്തത്താൽ അടിയട്ടെ. പാപബന്ധനം, പൈശാചിക രോഗങ്ങൾ, അസ്വസ്ഥത എല്ലാം മാറും. ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങൾ തൊടണമേ. ഞങ്ങളുടെ തിരുവചനത്തിന്റെ ശക്തി ഈ മക്കൾ വെളിപ്പെടണമേ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ തരണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങൾ നിറയണമേ, ഞങ്ങൾ നയിക്കണമേ, ഞങ്ങൾ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ, വാക്കുകളെ, പ്രവർത്തികളെല്ലാം നിയന്ത്രിക്കണം. മലയിൽ അന്ന് ഇറങ്ങിയപ്പോ, താബോർ മലയിൽ അങ്ങ് ശോഭിതനായതുപോ, സീനായ് മലയിൽ അന്ന് ഇറങ്ങിയപ്പോ, താബോർ മലയിൽ അങ്ങ് ശോഭിതനായതുപോ, നിന്റെ രൂപവും നിന്റെ ഭാവവും ഞങ്ങളിൽ നിറക്കേണമേ. നിന്റെ രൂപവും നിന്റെ ഭാവവും ഞങ്ങളിൽ നിറക്കേണമേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ, ദൈവ സാന്നിധ്യം ഒഴുകട്ടെ. എല്ലാവിധ ബന്ധനങ്ങളും കെട്ടുകളും പാപ പൈശാചിക പീഡകളും എല്ലാം വിട്ടു. കർത്താവ് ആശീർവദിക്കുന്ന സമയം ഭയഭക്തിയോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. Hallelujah, 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 hallelujah.